Hi students, welcome to the class of Corporate Regulations and Administration. Today we are going to discuss about contents of Memorandum of Association. Memorandum of Association related ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്ലോസുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ വാട്ട് ആർ ദ പർപ്പസ് ഓഫ് മെമ്മോറാണ്ടം ഓർ മീനിങ് ഓഫ് മെമ്മോറാണ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ വി നോ ദാറ്റ് Memorandum of Association is the charter document of the company and it defines the reason for the company's existence. കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, കമ്പനിയുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, കമ്പനിയുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റാണ് ഏതെന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചാർട്ടർ ഡോക്യുമെൻ്റ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്ലോസുകൾ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെയിനായിട്ടും 6 ക്ലോസുകളാണ്, അല്ലെങ്കിൽ മെമ്മോറാണ്ടം അസോസിയേഷൻ്റെ കണ്ടൻ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന 6 ക്ലോസുകളാണ്. എവറി കമ്പനി, ഈച്ച് ആൻഡ് എവറി കമ്പനി ഷുഡ് കണ്ടെയ്ൻ മസ്റ്റ് കണ്ടെയ്ൻ ദീസ് ക്ലോസസ് എന്ന് സ്പെസിഫൈ ചെയ്ത് കമ്പനീസ് ആക്ടിൽ പറയുന്നത് സെക്ഷൻ 4-ലാണ്. Section 4 of the Companies Act specifies that the Memorandum of Association of every company must contain these clauses. The main important clauses are: first one, name clause; second one, registered office clause; third one, object clause; fourth one, liability clause; fifth one, capital clause; and last one, subscription clause. So these are the 6 main clauses related to Memorandum of Association. Let us discuss each and every one in detail. First one, name clause. അപ്പം നമുക്കറിയാം, ഒരു നാച്ചുറൽ പേഴ്സൺ ആവുന്ന കേസിൽ നമ്മൾക്ക് എങ്ങനെയാണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ ഒരു നെയിമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കറിയാം. സോ കമ്പനി എന്ന് പറയുന്നത് ഒരു ലീഗൽ പേഴ്സണാണ്, ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു നെയിം ക്ലോസ് ഫസ്റ്റ് ക്ലോസ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. സോ എ കമ്പനി ബീയിങ് എ ലീഗൽ പേഴ്സൺ മസ്റ്റ് ഹാവ് എ നെയിം ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുന്ന നെയിം ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ക്ലോസ് സ്പെസിഫൈസ് ദ നെയിം ഓഫ് ദ കമ്പനി. അപ്പം കമ്പനിയുടെ നെയിം എന്താണ്, അല്ലെങ്കിൽ നെയിമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ വേർഡ്സ് ആണ്, എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് പറയുന്നത് എന്നുള്ള കാര്യം കമ്പനിയുടെ നെയിം ക്ലോസിലാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതേപോലെ ദ നെയിം ഓഫ് ദ കമ്പനി ഷുഡ് നോട്ട് ബി ഐഡൻറ്റിക്കൽ ടു എനി എക്സിസ്റ്റിംഗ് കമ്പനി. അതുപോലെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കമ്പനിയുടെ നെയിം എന്താണെന്നുള്ളത് അതിന് അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലിസ്റ്റ് ഓഫ് നെയിംസിൽ നിന്നും കമ്പനിക്ക് അപ്രൂവൽ കൊടുക്കുന്ന നെയിം ഏതാണോ എന്നുള്ളത് ഒരു കാരണവശാലും ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ, ഒരു എക്സിസ്റ്റിംഗ് ഇൻകോർപ്പറേറ്റഡ് കമ്പനിയുടെ പേരുമായിട്ട് സെയിം ഐഡൻറ്റിക്കൽ ആവുന്ന ഒരു നെയിമോ, അല്ലെങ്കിൽ അതിനെ നിയർലി റിസംബിൾ ചെയ്യുന്ന, അതിന് സെയിം ആവുന്ന രീതിയിലുള്ള സിമിലർ ആയിട്ടുള്ള ടേമോ ആയിരിക്കത്തില്ല ഒരു കമ്പനി, ഒരു പുതിയ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പം അതിന് സെലക്ട് ചെയ്യേണ്ട നെയിം. സോ നെയിം ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഐഡൻറ്റിക്കൽ ടു എനി എക്സിസ്റ്റിംഗ് കമ്പനി. അതേപോലെ തന്നെ നെയിം ക്ലോസ് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. നെയിം ഓഫ് ദ കമ്പനി എന്ന് പറയുമ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് നെയിം ഓഫ് ദ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഷാൽ എൻഡ് വിത്ത് ദ വേർഡ് ലിമിറ്റഡ്. ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വേർഡ് വെച്ചാണ് എല്ലാ പബ്ലിക് കമ്പനീസും എൻഡ് ചെയ്യേണ്ടതാണ്. അതേപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് വേർഡ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന വേർഡുകളാണ് അതിൻ്റെ ലാസ്റ്റിൽ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടേമുകൾ എന്ത് ചെയ്തിരിക്കണം, നെയിം ക്ലോസിൽ ആഡ് ചെയ്തിരിക്കണം. ഏത് നേച്ചറിലുള്ള കമ്പനിയാണ്, ഏത് ടൈപ്പാണ് കമ്പനി, അതിൻ്റെ ബേസിൽ പബ്ലിക് കമ്പനി ആണെങ്കിൽ ലിമിറ്റഡ് എന്നും, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ടേമും ആ ഒരു വേർഡ്സും അതിൻ്റെ കൂടെ നെയിം ഓഫ് അറ്റ് ദ എൻഡ് ഓഫ് ദ നെയിം ഓഫ് ദ കമ്പനിയിൽ ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഓൾറെഡി അതേപോലെ പറഞ്ഞാണ് സെക്ഷൻ 8 കമ്പനീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്, അല്ലെങ്കിൽ എന്താണ് കമ്പനീസ് വിത്ത് ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ്, ഇങ്ങനെ ഫോം ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ, സെക്ഷൻ 8 അനുസരിച്ച് ഫോം ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ ദേ നീഡ് നോട്ട് ക്യാരി വിത്ത് ഇറ്റ്സ് നെയിംസ് എയ്തർ ലിമിറ്റഡ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ്. അങ്ങനെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സെക്ഷൻ 8 കമ്പനീസ് ആണെങ്കിൽ അതിന് ലിമിറ്റഡ് എന്നോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണോ ആക്റ്റിൽ പറയുന്നത് അതനുസരിച്ച് തന്നെ നെയിം ക്ലോസിൽ ഒരു കമ്പനി അതിൻ്റെ നെയിം സജസ്റ്റ് ചെയ്തിരിക്കണം, ആഡ് ചെയ്തിരിക്കണം. അതേപോലെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പനീസുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ടാകാനും പാടില്ല. അതേപോലെ
ഏതെങ്കിലും ഒരു വേയിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ഒരു സ്ഥാപനങ്ങളുമായിട്ടും ഒരു ലോക്കൽ അതോറിറ്റിയായിട്ടും കോർപ്പറേഷൻ ഓർ ബോഡീസുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള നെയിം ആവരുത് നമ്മൾ സെലക്ട് ചെയ്യുന്ന നെയിം. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നെയിം ക്ലോസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ദിസ് ക്ലോസ് സ്പെസിഫൈസ് ദ നെയിം ഓഫ് ദ കമ്പനി. കമ്പനിയുടെ നെയിം സ്പെസിഫൈ ചെയ്യുന്ന ക്ലോസ് ആണ്. നെയിം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഐഡൻറ്റിറ്റി. ആ ഒരു കോർപ്പറേറ്റിൻ്റെ കമ്പനിയുടെ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ക്ലോസ് നെയിം ക്ലോസ് ആണ് കമ്പനിയുടെ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ക്ലോസ് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേപോലെ എക്സിസ്റ്റിംഗ് കമ്പനീസുമായിട്ട് ഒരു കാരണവശാലും സിമിലാരിറ്റി അല്ലെങ്കിൽ റിസംബിൾ ചെയ്യുന്ന നെയിം ആവരുത്, വേർഡ് ആവരുത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടൈമാണ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന വേർഡും പബ്ലിക് ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് എന്ന് പറയുന്ന ടൈമും ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഏതാണോ കേസ് അതിനനുസരിച്ച് വേർഡുകൾ ആഡ് ചെയ്യാനായിട്ടും നോക്കണം. സോ ഇതൊക്കെയാണ് നെയിം ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള പോയിൻറ്റ്സ്. നെക്സ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആണ്. So this clause states the name of the state where the registered office of the company is to situate. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് സ്റ്റേറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യുന്ന ക്ലോസ് ആണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. അതിൻ്റെ ആസ് ദ നെയിം ഇംപ്ലൈസ് ദാറ്റ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. Registered office clause specifies the name of the state in which registered office of the company is situated. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് സ്റ്റേറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഏത് ക്ലോസിൽ പറയുന്നത്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ടീസ് സെൻഡ് ചെയ്യുക, അതിൻ്റെ ഒരു കത്തിടപാടുകളൊക്കെ നടത്തേണ്ട ആ ഒരു അഡ്രസ്സ് എന്താണെന്നുള്ളതാണ് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. സോ ദിസ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അതേപോലെ തന്നെ ഏത് രജിസ്ട്രാറിൻ്റെ അധികാരപരിധിയിലാണ് ഈ ഒരു കമ്പനി ഫങ്ഷൻ ചെയ്യുന്നത്, ഏത് റീജിയനിലുള്ള ഏത് ജൂറിസ്ഡിക്ഷനിലാണ് ഈ ഒരു കമ്പനി വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും ഈ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിലൂടെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ഏരിയയിലും ഇപ്പോൾ വിതിൻ ദ സ്റ്റേറ്റിൽ തന്നെ പല റീജിയണിൽ പല രജിസ്ട്രാറിൻ്റെ അണ്ടറിലായിരിക്കും കമ്പനീസ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഏത് രജിസ്ട്രാറിൻ്റെ അണ്ടറിലാണ് ഈ ഒരു കമ്പനി ഫങ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്ന ക്ലോസാണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറയുന്നത്. സോ ദിസ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അതേപോലെ തന്നെ ദ കമ്പനി മസ്റ്റ് ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം ദ 15th day ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് 15th days ഉള്ളിൽ തന്നെ കമ്പനി എന്ത് ചെയ്തിരിക്കണം, കമ്പനിക്ക് ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. ആ ഒരു ഡീറ്റെയിൽസ്, ആ ഒരു ലൊക്കേഷൻ ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിരിക്കണം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ അറിയിച്ചിരിക്കണം, ഇൻഫോം ചെയ്തിരിക്കണം. ദ കമ്പനി ഈസ് റിക്വയർഡ് ടു ഇൻഫോം ദ ലൊക്കേഷൻ ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ടു ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. കമ്പനി കമൻസ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ കമ്പനിയുടെ രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ നടത്തി വിത്തിൻ 30 days തന്നെ കമ്പനിയുടെ രജിസ്ട്രാറിനെ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു കമ്പനിയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. നമ്മൾ ഓൾറെഡി എന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദിസ് ക്ലോസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ഇൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി. കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്, കണ്ടൻസ് ഓഫ് മെമ്മോറാണ്ടം ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ക്ലോസ് തന്നെയാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദിസ് ക്ലോസ് സ്റ്റേറ്റ്സ് ദ ഒബ്ജക്റ്റീവ് വിത്ത് വിച്ച് ദ കമ്പനി ഈസ് ഫോംഡ്. കമ്പനി എന്ത് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കമ്പനിയുടെ പർപ്പസ് എന്താണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലോസാണ് ഒബ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡിറ്റർമൈൻസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ പവേഴ്സ് വിച്ച് ദ കമ്പനി ക്യാൻ എക്സസൈസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, കമ്പനിയുടെ ഈ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് ഏത് റേഞ്ചിൽ കമ്പനിയുടെ പവേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലോസാണ് ഒബ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അതേപോലെ ഇത് ഒബ്ജക്റ്റീവ് ക്ലോസിനെ, ആ ഒരു ഒബ്ജക്റ്റ് ക്ലോസിനെ വേണമെങ്കിൽ 3 സബ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കമ്പനീസിന് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് കമ്പനിയുടെ, അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റേറ്റ്സ് ദ മെയിൻ ബിസിനസ് ഓഫ് ദ
കമ്പനിയുടെ മെയിൻ ബിസിനസ് എന്താണെന്നുള്ളത് അവിടെ വളരെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കും. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നുണ്ടല്ലോ. അതിനുശേഷം ഇൻസിഡൻ്റൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഇൻസിഡൻ്റൽ ഒബ്ജക്റ്റീവ് മീൻസ് ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ആൻസിലറി ടു ദ അറ്റൈൻമെൻറ്റ് ഓഫ് മെയിൻ ഒബ്ജക്ട്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയൊരു അതിന് ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ടീവായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ആൻസിലറി ഒബ്ജക്റ്റീവ്സിൽ അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ ഒബ്ജക്റ്റീവിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. Then last, other objectives. Any other objects which the company may pursue and are not covered in above two categories. മെയിൻ ഒബ്ജക്റ്റീവ് എന്നോ അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ ഒബ്ജക്റ്റീവിലോ പ്രത്യേകം പറയാത്തതായിട്ടുള്ള, എന്നാൽ അത് കൂടാതെ കമ്പനിക്ക് ഏതെങ്കിലും ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്യാനുള്ള ഏരിയയാണ് അതർ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. അപ്പോൾ ഓർത്തുകൊള്ളുക, കമ്പനിയുടെ സ്കോപ്പ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ഇൻ ദ മെമ്മോറണ്ടം അസോസിയേഷൻ ഓഫ് കമ്പനിയാണ് ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? അപ്പോൾ ജസ്റ്റ് കമ്പനിയുടെ ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെ ഒബ്ജക്റ്റ് എന്താണെന്ന് മാത്രം സ്പെസിഫൈ ചെയ്യുന്ന ഒരു ക്ലോസ് അല്ല ഇത്. അപ്പം അതോടൊപ്പം തന്നെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് സ്റ്റേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇറ്റ് ഓൾസോ ഡിറ്റർമൈൻസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ പവേഴ്സ് വിച്ച് ദ കമ്പനി ക്യാൻ എക്സസൈസ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഏത് റേഞ്ചിൽ കമ്പനിക്ക് പവേഴ്സ് എക്സസൈസ് ചെയ്യാം എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ക്ലോസ് കൂടിയാണ്. ഈ ഒരു ക്ലോസിൽ അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഇംപ്ലൈഡ് ആയിട്ടോ എക്സ്പ്രസ്ലി അതിൽ പറയുന്ന കാര്യങ്ങൾ പെർഫോം ചെയ്യാനായിട്ടുള്ള റൈറ്റ് കമ്പനിക്കുണ്ട്. എന്നാൽ ബിയോണ്ട് ദാറ്റ് പവേഴ്സ്, ആ ഒരു പവറിന് പുറത്തേക്കുള്ള ആക്ടിവിറ്റീസിൽ എൻ്റർ ചെയ്യാനായിട്ട് കമ്പനിക്ക് റൈറ്റ് ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിലൊക്കെ എൻ്റർ ചെയ്താൽ അത് വോയിഡ് ആയിരിക്കും, ബിയോണ്ട് ദ പവേഴ്സ് ആകും, അല്ലെങ്കിൽ അൾട്രാ വയേഴ്സ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെമ്മോറണ്ടം അസോസിയേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ, ലയബിലിറ്റി ക്ലോസ്. ദിസ് ക്ലോസ് ഹാസ് ടു സ്റ്റേറ്റ് ദ നേച്ചർ ഓഫ് ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ്. കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റീസ് ഏത് നേച്ചറിലുള്ളതാണ് എന്ന് സ്പെസിഫൈ ചെയ്യുന്ന ക്ലോസ് ആണ് ലയബിലിറ്റി ക്ലോസ്. നമുക്ക് ഓൾറെഡി അറിയാം കമ്പനി എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് ആകാം, ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ നേച്ചറിലുള്ളതാകാം. ഒന്നുകിൽ അത് വളരെ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്താൽ ലിമിറ്റഡ് ലയബിലിറ്റി ആകാം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആകാം. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുമ്പം മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ രണ്ട് സബ് ക്ലാസിഫിക്കേഷൻ നടത്താം. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും ആകാം, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും ആകാം. സോ ലയബിലിറ്റി ക്ലോസിൽ എന്താണ് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി ഇൻ കേസ് ഓഫ് ആൻ അൺലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിലോ ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് അൺലിമിറ്റഡ്. മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. വൈൽ ഇൻ കേസ് ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ആകുന്നു പറയുമ്പോൾ രണ്ട് കേസുണ്ട്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും ആകാം, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും ആകാം. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ദ എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദർ ഷെയർ. അതായത് അൺപെയ്ഡ് വാല്യൂ ആയിട്ട് എത്ര ഷെയർസിന് എത്ര അൺപെയ്ഡ് വാല്യൂ ഉണ്ടോ അത്രയും ആയിരിക്കും ഏത് കേസിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ കേസിൽ അവിടുത്തെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇഫ് ഹിസ് ഷെയർസ് ആർ ഫുള്ളി പെയ്ഡ് അപ്പ്, അപ്പോൾ അവിടെ ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ, പാർട്ട്ലി അല്ല, 10 രൂപയുടെ ഷെയറിൽ 10 രൂപ അവർ പേ ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അവിടെ ലയബിലിറ്റി ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ദ ലയബിലിറ്റി ഈസ് നിൽ, 0 ആയിരിക്കും അവരുടെ ലയബിലിറ്റി. സോ അൺപെയ്ഡ് വാല്യൂ എത്രയുണ്ടോ അത്രേ ഉണ്ടാകത്തുള്ളൂ അവരുടെ മാക്സിമം ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ലിമിറ്റഡ് എന്ന് പറയാനായിട്ട് റീസൺ. അതേപോലെ തന്നെ കമ്പനി ഇൻ കേസ് ഓഫ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയുടെ ബേസിൽ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി എൻജോയ് ചെയ്യുന്ന മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ദേ ആർ ലയബിൾ ടു ദ എമൗണ്ട് അണ്ടർടേക്കൺ ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ടു ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ഇൻ ദ ഇവൻറ്റ് ഓഫ് ഇറ്റ്സ് വൈൻഡിങ് അപ്പ്. അപ്പോൾ അത് ഓൾറെഡി കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം റെസ്ട്രിക്റ്റഡ് ആണ്? ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ദ എമൗണ്ട് ഈച്ച് മെമ്പേഴ്സ് ഹാസ് എഗ്രീഡ് ടു കോൺട്രിബ്യൂട്ട്. കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ടൈമിൽ, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന ടൈമിൽ എത്രത്തോളം എമൗണ്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ഓൾറെഡി എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ടോ, മെമ്മോറാണ്ടത്തിൽ പറയുന്നുണ്ടോ, അത്രയും ഉള്ളൂ അവരുടെ മാക്സിമം വരാനുള്ള ലയബിലിറ്റി. സോ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ഏത് നേച്ചറിലുള്ളതാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലോസ് ആണ് ലയബിലിറ്റി ക്ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ ക്ലോസ്.
ക്യാപിറ്റൽ ക്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ കേസ് ഓഫ് കമ്പനി ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ, കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, അല്ലെ നോമിനൽ ക്യാപിറ്റൽ അല്ലെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്ന ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ്. This clause details the maximum capital that the company can raise, which is also called the authorized capital or nominal capital or registered capital of the company. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓർ ഓതറൈസ്ഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കമ്പനിക്ക് മാക്സിമം എത്ര എമൗണ്ട് ഷെയർ ക്യാപിറ്റലിൽ റേസ് ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് പറയുന്ന ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ്. This also explains the division of such capital amount into the number of shares of a fixed amount each. അതിൻ്റെ ആ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു ഏത് രീതിയിലാണ് അതിനെ ഡിവിഷൻ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു ക്ലോസിലാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ ദ മെമ്മോറാണ്ടം ഷുഡ് ഓൾസോ മെൻഷൻ ദ വാല്യൂ ഓഫ് എ ഷെയർ, ഓരോ ഷെയറിൻ്റെ വാല്യൂ, എത്ര എമൗണ്ട് വാല്യൂ ഉള്ള ഷെയർസാണ്, എത്ര നമ്പർ ഓഫ് ഷെയർസാണ് അവർ ഇഷ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്, വാല്യൂ ഓഫ് ദ ഷെയർ ആൻഡ് ദ നമ്പർ ഓഫ് ഷെയർസ് വിച്ച് ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം എഗ്രി ടു സബ്സ്ക്രൈബ്. അപ്പോൾ ഒരു മെമ്മോറാണ്ടത്തിലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അത് അടുത്ത ക്ലോസിൽ പറയുന്ന കാര്യമാണ്. ഈച്ച് ആൻഡ് എവരി സബ്സ്ക്രൈബേഴ്സ് ഓഫ് ദ മെമ്മോറാണ്ടം എത്ര നമ്പർ ഓഫ് ഷെയർസ്, എത്ര വാല്യൂ ഉള്ള എത്ര നമ്പർ ഓഫ് ഷെയർസാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ, അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, എത്ര നമ്പർ ഓഫ് ഷെയർസാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്, ഏത് വാല്യൂവിൻ്റെ ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്ന ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ്. സോ ദ നമ്പർ ഓഫ് ഷെയർസ് ഈച്ച് സബ്സ്ക്രൈബർ ടു ദ മെമ്മോറാണ്ടം ഇൻറ്റൻസ് ടു ടേക്ക് ഷാൽ ബി ഇൻഡിക്കേറ്റഡ് ഓപ്പോസിറ്റ് ടു ഹിസ് നെയിം. അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെയും പേരിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ എത്ര വാല്യൂ ഉള്ള എത്ര നമ്പർ ഓഫ് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്തിരിക്കും. സോ ക്യാപിറ്റൽ ക്ലോസിൽ മെയിനായിട്ടും കമ്പനിയുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് അസോസിയേഷൻ ക്ലോസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുന്ന ക്ലോസ് ആണ്. ഈ ഒരു ക്ലോസിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. This clause provides that those who have agreed to subscribe to the memorandum must signify their willingness and form a company. ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന് ആരൊക്കെയാണോ മിനിമം മെമ്മോറാണ്ടം അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ട പാർട്ടീസ്, അവരുടെ ആ ഒരു വില്ലിങ്നെസ്, കമ്പനി ഫോം ചെയ്യുന്നതിന് അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് അവർ എഗ്രി ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഒരു വില്ലിങ്നെസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലോസാണ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 7 persons വേണമെന്നും, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ മിനിമം 2 persons ആണ് ആവശ്യമെന്നും. സോ അറ്റ്ലീസ്റ്റ് 7 persons ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി ആൻഡ് അറ്റ്ലീസ്റ്റ് 2 ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി മസ്റ്റ് സബ്സ്ക്രൈബ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ ഈ മെയിൻ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള മെമ്മോറാണ്ടം എന്ത് ചെയ്തിരിക്കണം, ഈ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പോൾ ഓൾറെഡി അറിയാം 1 person കമ്പനിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ രജിസ്റ്ററിങ് ദ കമ്പനി ഷുഡ് സൈൻ ഇറ്റ്. അപ്പോൾ ആ കമ്പനിയിൽ OPCയുടെ കേസിൽ 1 person ആയിരിക്കും ആ ഒരു കമ്പനി ഫോം ചെയ്യുന്നത്. സോ ആ സിംഗിൾ പേഴ്സൺ എന്ത് ചെയ്തിരിക്കണം, കമ്പനിയുടെ ആ മെമ്മോറാണ്ടം അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. സബ്സ്ക്രിപ്ഷൻ മീൻസ് സൈൻ ചെയ്തിരിക്കണം. സൈൻ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് ഷുഡ് ഗീവ് ദെയർ ഫുൾ ഡീറ്റെയിൽസ്, അവരുടെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം, അഡ്രസ്സ്, അവരുടെ ഓക്യുപ്പേഷൻ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി സൈൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 witness. അറ്റ്ലീസ്റ്റ് ഒരു 1 witness, അറ്റ്ലീസ്റ്റ് ഒരു സാക്ഷിയുടെയെങ്കിലും പ്രസൻസിൽ എന്ത് ചെയ്തിരിക്കണം, ഈച്ച് ആൻഡ് എവറി സബ്സ്ക്രൈബർ ഷുഡ് സൈൻ ദ മെമ്മോറാണ്ടം. മെമ്മോറാണ്ടത്തിൽ അവർ സൈൻ ചെയ്തിരിക്കണം. അതിനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ മെമ്മോറാണ്ടം അസോസിയേഷനിൽ സബ്സ്ക്രിപ്ഷൻ ക്ലോസിൽ കമ്പനിയിലെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണോ, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ അവരെല്ലാം അവരുടെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്ത് ആ ഒരു കമ്പനിയിലെ എത്ര നമ്പർ ഓഫ് ഷെയർസ്, എത്ര വാല്യൂ ഉള്ള ഷെയർസാണ് അവർ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് വളരെ ക്ലിയർ ആയിട്ട് ലിസ്റ്റ് ചെയ്യേണ്ട സ്പേസ് ആണ്, ക്ലോസ് ആണ് അസോസിയേഷൻ ക്ലോസ് അല്ല സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുന്നത്. So the subscribers should give their address and occupation, the name, address, descriptions, occupation of the subscribers and the number of shares each subscriber have taken and his signature attested by a വിറ്റ്നസ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 വിറ്റ്നസിൻ്റെ പ്രസൻസിൽ ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് ആഡ് ചെയ്യേണ്ട സ്പേസ് എന്ന് പറയുന്ന ആ ഒരു ക്ലോസിലാണ് അവർ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആ ഒരു ക്ലോസാണ് അസോസിയേഷൻ ക്ലോസ് ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ്സ് ഓഫ് മെമ്മോറാണ്ടം അസോസിയേഷൻ. മെമ്മോറാണ്ടം അസോസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്ലോസസ് അസോസിയേറ്റഡ് വിത്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ ഒരു ചാർട്ടേഡ് ഡോക്യുമെൻ്റ് ആണ്. ഏറ്റവും പ്രൈമറി അല്ലെ ബേസിക് ഫണ്ടമെൻ്റൽ റൂൾസ്, ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്ട്സ്, ഇങ്ങനെയുള്ള കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ
ബേസ് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ബേസിക് ഫണ്ടമെൻ്റൽ ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുടെ ചാർട്ടേഡ് ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മെമ്മോറാണ്ടം അസോസിയേഷനെ പല ക്ലോസുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അല്ലെ മെമ്മോറാണ്ടം അസോസിയേഷൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. മെയിനായിട്ടും 6 ക്ലാസിഫിക്കേഷൻസ് ആണ്, 6 ക്ലോസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നെയിം ക്ലോസ്, സെക്കൻഡ് വൺ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, തേർഡ് വൺ ഒബ്ജക്റ്റ് ക്ലോസ്, ഫോർത്ത് വൺ ലയബിലിറ്റി ക്ലോസ്, fifth one capital clause, and last one association or subscription clause. Okay students, thank you.